ഹായ്, എല്ലാ കൂട്ടുകാർക്കും വിദ്യ പ്ലസിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇത് നമ്മൾ ചാപ്റ്റർ 10 ചതുരക്കണക്കുകൾ എന്ന് പറയുന്ന പാഠത്തിന്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്കാണ് പോകുന്നത്. ആദ്യ 2 ഭാഗം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നന്നായിട്ട് കാണുക കേട്ടോ. എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, മൂന്നാമത്തെ ഭാഗം പിടികിട്ടുള്ളൂ. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ചുറ്റളവ് എന്താണ്, അല്ലെങ്കിൽ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യത്തെ 2 പാർട്ടിലായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ആ ഭാഗം കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ഭാഗത്തിൽ എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് അടുത്ത് നമുക്ക് കിടക്കുന്നത് മറ്റു ചില രൂപങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തേക്ക് കിടക്കുന്നതിന് മുന്നേ നേരത്തെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, സാധാ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കും എന്നായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി നമ്മൾ അതല്ല പഠിക്കാൻ പോകുന്നത്, മറ്റു ചില രൂപങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഈർക്കിൽ കഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു രൂപം നോക്കൂ. അപ്പോൾ ഈർക്കിൽ കഷ്ണങ്ങൾ കൊണ്ട് ഇവിടെ എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഒരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ രൂപം ഉണ്ടാക്കാൻ എത്ര നീളമുള്ള ഈർക്കിളി വേണം, എല്ലാത്തിൻ്റെയും നീളം പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോന്നിൻ്റെയും നീളം ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ രൂപം ഉണ്ടാക്കാൻ വേണ്ടി എത്ര വേണം എന്നുള്ളത് എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ, എല്ലാം കൂടെ ആ നമ്പർ അവിടെ തന്നിരിക്കുന്ന നീളങ്ങളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നുണ്ട്, 18 കിട്ടുന്നുണ്ട്. അതായത് ആകെ 18 സെൻറ്റിമീറ്റർ നീളമുള്ള ഈർക്കിളി മുറിച്ച് ഈ നീളമുള്ള 6 കഷ്ണങ്ങളായിട്ട് മുറിച്ചാൽ മതി. അപ്പോൾ 18 സെൻറ്റിമീറ്ററുള്ള ഈർക്കിളി എടുക്കുക. എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ 5ഉം 2ഉം 3ഉം 2ഉം 2ഉം 4 സെൻറ്റിമീറ്റർ ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കാം. മറ്റൊരു രീതിയിലും ഈ രൂപം ഉണ്ടാക്കാം. ആദ്യം ഇങ്ങനെ ഒരു ചതുരം ഉണ്ടാക്കുക. ആദ്യം എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, നിങ്ങളോട് ഈ രൂപത്തിലൊരു ചതുരം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇത് സാധാ ഒരു ചതുരം അല്ലേ, 4ഉം 5ഉം വശങ്ങൾ 4ഉം 5ഉം കൊടുത്തിട്ടുണ്ട്, സാധാ ഒരു ചതുരമാണ്. മുകളിലും വലതുവശത്തും ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ നീളങ്ങൾ അടയാളപ്പെടുത്തി ഒടിച്ചു മാറ്റുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മുകൾ ഭാഗത്ത് 4ആയിരുന്നു, അപ്പോൾ 2ഉം അതേപോലെ തന്നെ 2ഉം എടുക്കുക. ഇനി അതേപോലെ എന്ത് ചെയ്യുക, ഇവിടെ 3ഉം അതേപോലെ 2ഉം എടുത്ത് ഒടിച്ചു മാറ്റി വെക്കാനാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് കേട്ടോ. അടുത്തെന്താ, ഇനി മുറിച്ചു മാറ്റിയ കഷ്ണങ്ങൾ ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ തിരിച്ചു വെച്ചാൽ ആദ്യം കണ്ട രൂപത്തിലേക്ക് എത്താം. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, മുറിച്ചു മാറ്റിയത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപത്തിലേക്ക് എത്താൻ കഴിയും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഈർക്കിൽ എടുത്തിട്ട്. ചതുരമുണ്ടാക്കാൻ ഉപയോഗിച്ച ഈർക്കിൽ മുഴുവൻ ഈ രൂപമുണ്ടാക്കാനും ഉപയോഗിച്ചല്ലോ, തീർച്ചയായിട്ടും ഉപയോഗിച്ചു അല്ലേ. കണക്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കിയ ചതുരത്തിനും ഈ രൂപത്തിനും ഒരേ ചുറ്റളവാണ്. ശരിയാണോ? ചുറ്റളവ് എന്ന് പറയുന്നത് ഒരേന്നല്ലേ. ഇവിടെ ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് കൂട്ടിക്കഴിഞ്ഞാലും ഇതിൻ്റെ ചുറ്റളവ് കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് എത്ര കിട്ടുന്നുണ്ട്, 18 കിട്ടണമെന്നുണ്ട് അല്ലേ. അടുത്ത എന്താണ്, ഇനി ഇതേ രൂപം കടലാസിൽ വെട്ടിയെടുത്താലോ. അപ്പോൾ നിങ്ങളോട് അടുത്തത് ഇതിന് കടലാസിൽ വെട്ടിയെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി ശ്രദ്ധിച്ചേ, ഇതിൻ്റെ പരപ്പളവ് എത്രയാണ്, ചുറ്റളവ് ഓക്കെയാണ്, നമുക്കിതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ചുറ്റളവ് കിട്ടും നമുക്കറിയാം. പക്ഷേ ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്, ഇതിൻ്റെ പരപ്പളവ് എത്രയാണ്. ഇതിനെ 2 ചതുരങ്ങൾ ചേർത്ത് വെച്ചതായി കാണാമല്ലോ, ശരിയാണല്ലേ. ഇതിന് 2 ചതുരങ്ങൾ എന്താണ്, ചേർത്ത് വെച്ചതായിട്ട് നമുക്ക് കാണാം. അടിയിൽ ഒരു താഴ്ഭാഗത്തൊരു ചതുരമുണ്ട്, അതേപോലെ മുകൾ ഭാഗത്തേക്കും എന്തുണ്ട്, ഒരു ചതുരമുണ്ട്, ശരിയല്ലേ. 1 ഇത് 2 ഇത്, അപ്പോൾ 2 ചതുരങ്ങളുണ്ട്. ഇനി മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ചതുരത്തിൻ്റെ പരപ്പളവ് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇതിൻ്റെ കാണാൻ പറ്റുകയല്ലേ. ഇത് 2ാമത്തെ ചതുരമാണ്, ഇതിൻ്റെ 2ൻ്റെയും പരപ്പളവ് നിങ്ങൾ ഓൾറെഡി പഠിച്ചില്ലേ. എങ്ങനെയാണ് കാണുന്നത്, ആദ്യം നമുക്ക് 1ാമത്തെ ചതുരത്തിൻ്റെ കാണാം അല്ലേ. അപ്പോൾ 1ാമത്തെ ചതുരത്തിന് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, 4ഉം 2ഉമാണ്. അപ്പോൾ 4 × 2 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 8 എന്ന് കിട്ടും, ശരിയല്ലേ. ഇവിടെ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 4ആണ്, വീതി എന്ന് പറയുന്നത് എത്രയാണ്, 2ആണ്. 4നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും, 8. ഇനി അതേപോലെ നോക്കിയേ മക്കളെ, 2ാമത്തെ ചതുരത്തിൻ്റെ എത്രയാണ്, 3 ഉണ്ട്, പിന്നെ എത്ര ഉള്ളത്, 2ഉം. 3 × 2 എന്ന് പറയുന്നത് എത്രയാണ്, 6ആണ്. 3 × 2 എന്ന് പറയുന്നത് എത്രയാണ്, 6ആണ്. ഇനി പരപ്പളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ 8ഉം അതേപോലെ തന്നെ 6ഉം കൂടെ അങ്ങോട്ട് കൂട്ടിയാൽ മതി. 8 + എത്രയാണ്, 6. 8 + 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 14ആണ്. 8നെ 6 കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 14 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്, ചുറ്റളവ് എന്ന് പറയുന്നത്. ചുറ്റളവല്ല, പരപ്പളവ് എന്ന് പറയുന്നത്. ശരിയാണോ? അതെവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. രൂപത്തിൻ്റെ പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, മിസ് നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ കേട്ടോ. മറ്റൊരു വിധത്തിലും ഇത് കണക്കാക്കാം. ഈ രൂപം ഉണ്ടാക്കാൻ ഒരു വലിയ ചതുരം വെട്ടിയെടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം വെട്ടി മാറ്റിയാലും മതി. അപ്പോൾ ഒരു വലിയ എടുത്തിട്ട് ചെറിയ കഷ്ണം എന്ത് ചെയ്താൽ മതി, വെട്ടി മാറ്റിയാലും നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 × 5
4 × 5 എന്ന് വെച്ചാൽ എത്രയാണ് 20 അല്ലേ. ഇനി എത്രയാണ് 2 × 3 എന്ന് വെച്ചാൽ എത്രയാണ് 2 × 3 എന്ന് പറയുന്നത് 6 4 × 5 എന്ന് വെച്ചാൽ 20 നിന്ന് 6 എന്ത് ചെയ്താൽ മതി നമ്മൾ കുറച്ചാൽ മതി കേട്ടോ. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോ. ഇവിടെ ആദ്യം നമ്മൾ എടുത്തതിൻ്റെ ഇതിൻ്റെ 4 × 5 ആണ്. 4 × 5 എന്ന് പറയുമ്പോൾ എത്രയാണ് 20 ഇവിടെ നമ്മളൊരു കഷ്ണം വെട്ടി മാറ്റിയില്ലേ, അത് എത്രയാണ് 2ഉം അതേപോലെ 3ഉമാണ് വരുന്നത്. 2ഉം 3ഉം കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയാണ് 6 അല്ലേ. ഈ വലിയ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 20ഉം അതേപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ നമ്മൾ വെട്ടി മാറ്റി വെച്ചതിൻ്റെ ചെറിയ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 6ഉമാണ്. അപ്പോൾ 20ൽ നിന്ന് എത്ര മൈനസ് ചെയ്താൽ മതി, 6 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും 14 എന്ന് തന്നെ കിട്ടും. ശരിയാണോ? അപ്പോൾ സിമ്പിളായിട്ട് കാണാൻ പറ്റുന്നതായിരുന്നു അല്ലേ. ഇനി അടുത്തതിലേക്ക് പോകാം കേട്ടോ. ചുവടെയുള്ള രൂപങ്ങളുടെ എല്ലാം പരപ്പളവും ചുറ്റളവും കണക്കാക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു ചതുരത്തിൻ്റെ വെട്ടിയിട്ട് പിക്ചർ പോലെ നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ നന്നായിട്ട് പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാം. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചതുരത്തിൻ്റെ പരപ്പളവും അതേപോലെ ചുറ്റളവും കണ്ടുപിടിക്കാനാണ്. ആദ്യം നമുക്ക് ചുറ്റളവ് അങ്ങോട്ട് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് എന്താണ് ചുറ്റളവ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിലുള്ള സംഖ്യകളൊന്ന് പറഞ്ഞു നോക്കിയേ. ആദ്യം ഇവിടെ 4 ഉണ്ട് അല്ലേ. അപ്പോൾ 4 പ്ലസ് പിന്നെ എത്രയുള്ളത്, താഴെ 6 കിടപ്പുണ്ട്. 6 + 6 അല്ലേ. ഇവിടെ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ നോക്കിക്കേ, ഇത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 1 ആണ്. അപ്പോൾ ഇതും എത്ര തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ 1 പ്ലസ് പിന്നെ ഇങ്ങോട്ട് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1 പ്ലസ് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് 2 പ്ലസ് then ഇങ്ങോട്ട് എത്രയാണ് +1 പ്ലസ് ഇവിടെ ഇങ്ങോട്ട് എത്രയാണ് 1 ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, പ്ലസ് ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നോക്കിക്കേ, ഇവിടുന്ന് ഇവിടം വരെ ഉള്ള നീളം 6 ആണ്. ഇങ്ങോട്ട് പോകുമ്പോൾ 1 കുറയുന്നുണ്ട്. വീണ്ടും അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോൾ 1 കുറയുന്നുണ്ട് അല്ലേ. അപ്പോൾ 6ൽ നിന്ന് 1 കുറച്ചാൽ 5 ആണ്. 5ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 5ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 4 ആണ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളം 4 ആണെങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളം എത്രയാണ്? 4 ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ എത്ര കിട്ടും? 20 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും കേട്ടോ. എത്ര കിട്ടുന്നത്? 20 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമ്മളോട് ഇതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്? പരപ്പളവ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരപ്പളവും കണ്ടുപിടിക്കാൻ പറ്റും. ചുറ്റളവ് സിമ്പിളാണ് അല്ലേ. എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒന്ന് കൂട്ടിയാൽ മതി. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ. ഇനി അതേപോലെ നമുക്ക് അടുത്ത് എന്ത് കണ്ടുപിടിക്കാനുണ്ട്? ഇതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പരപ്പളവ് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. ഇവിടെ തന്നിരിക്കുന്നതിന് ഞാൻ ഓരോന്നിനെയും നമ്മൾ ഓരോ റെക്റ്റാങ്കിളാക്കി മാറ്റുകയാണ്. റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരമാക്കി മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഈ താഴെ കിടക്കുന്ന ഇത് 1ാമത്തെ ചതുരാണ്, ഇത് 2ാമത്തെ ചതുരാണ്, ഇത് എത്രാമത്തെയാണ്? 3ാമത്തെ ചതുരാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും പരപ്പളവ് നിങ്ങൾ പറഞ്ഞേ. ആദ്യത്തെ എത്ര വരും? 6ഉം 1ഉമാണ്. അപ്പോൾ എത്രയാണ്? 6 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് അല്ലേ. അടുത്ത ആളുടെ എത്ര വരും എന്ന് പറഞ്ഞേ? 5 വരും. അടുത്ത ചതുരം എടുത്തു കഴിഞ്ഞാൽ ഇത് 5 വരും. 5ഉം 2ഉമാണ് അല്ലേ. അപ്പോൾ 5 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. നെക്സ്റ്റ് അടുത്ത ചതുരം എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 4ഉം വരും. ഇതാ ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം 4 ആണ്. 4 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 4 തന്നെയാണ്. അപ്പോൾ പരപ്പളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ മൊത്തം പരപ്പളവ് നമുക്ക് കിട്ടും. അപ്പോൾ ഏതൊക്കെ സംഖ്യകളുണ്ട്? 4 + 10 + 6. അപ്പോൾ എത്ര തന്നെയാണ് കിട്ടുന്നത്? 20 ആണ് കേട്ടോ. ആൻസർ എത്ര വരുന്നത്? 20 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ. 20 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ. ഇനി അടുത്ത കണക്കിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. ഇതേപോലെ മറ്റൊന്നാണ് അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് നോക്കാം അല്ലേ. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം. ആദ്യം എന്താ കണ്ടുപിടിക്കുന്നത്? ചുറ്റളവ്. നോക്കിക്കേ, എല്ലാ വശങ്ങളും നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല, എല്ലാ വശങ്ങളും തന്നിട്ടില്ല അല്ലേ. 5 തന്നിട്ടുണ്ട്. ഇവിടെ എത്രയാണ്? 4. സോ ഇവിടെ എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. 2 വശങ്ങളും തുല്യമായിരിക്കും. പിന്നെ നോക്കിക്കേ, ഇവിടെ 1 തന്നിട്ടുണ്ട്. 1 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. മുകൾ ഭാഗം തന്നിട്ടുണ്ടോ? ഇല്ല. നോക്കിക്കേ മക്കളെ, ഇത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. റെഡിയാണോ? അതിൻ്റെ ചെറിയ ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്? കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം മൊത്തം നീളം എത്രയായിട്ട് മാറി? 5ൽ നിന്ന് 1 കുറച്ചാൽ മതി. അപ്പം 4 ആയിട്ട് മാറി അല്ലേ. ഇനി 4നെ 2 ആയിട്ട് ഭാഗിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇവിടെ എത്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും? 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് ചുറ്റളവ് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു നോക്കിക്കേ. എല്ലാം കൂടെ എഴുതി അങ്ങോട്ട് കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ ഏതൊക്കെ സംഖ്യകളാണ് ഉള്ളത്? ഇവിടെ 4 ഉണ്ട്. ഇത് 4 സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ. 5 + 4 + 4 പ്ലസ് പിന്നെ എത്രയാണ്? 5 4 4 പ്ലസ് 2 + 1 + 1 + 1 + 2 എന്ന് വരും. ഓക്കെ. 5 4 എത്രയാണ്? 5 4 9 ആണ്. 9 1 10.
5 4 9, 9 4 എത്രയാണ്? 9 4 13 അല്ലേ? 13 2 എത്രയാണ്? 15, 16, 17, 18, 19, 20. അപ്പോൾ ഇതിൻ്റെ എത്ര തന്നെയാണ് വരുന്നത്? 20 സെൻറ്റിമീറ്റർ എന്ന് വരും കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കേ, അടുത്ത് എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ ചുറ്റളവ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പരപ്പളവ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതിനാദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്കിത് എന്ത് ചെയ്യണം? ഓരോ ചെറിയ ചെറിയ ചതുരങ്ങളാക്കി മാറ്റിയെടുക്കുക അല്ലേ? അപ്പോൾ ചെറിയ ചതുരങ്ങളാക്കി നമ്മൾ എങ്ങനെ മാറ്റുന്നു പറഞ്ഞേ. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. ശരിയാണോ? സെറ്റാണോ? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ, എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാവേ. ആദ്യം ഇത് ഒന്നാമത്തെ ചതുരമാക്കി എടുക്കാം, ഇത് 2 ആക്കി എടുക്കാം, ഇത് 3 ആയിട്ട് എടുക്കാം കേട്ടോ. ഇതിൻ്റെ ഏരിയ എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്? 5 താഴെ തന്നിട്ടുണ്ട്, മുകളിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആണോ? അപ്പോൾ ഇവിടുന്ന് ബാക്കി താഴ്ഭാഗത്തേക്ക് എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ 3 × 5 ചെയ്താൽ മതി. 3 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ് അല്ലേ? ഇനി ഇതിൻ്റെ കണ്ടുപിടിച്ച് ഇതിനെങ്ങനെ വരും? 2ഉം അതേപോലെ 1. 2 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 2 തന്നെയാണ്. ഇതിൻ്റെ എത്ര വരും? 2 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഏരിയ എങ്ങനെ കണക്കാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ പോരെ. 15 പ്ലസ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കേട്ടോ. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. അപ്പോൾ എങ്ങനെ വരും? 15 പ്ലസ് 2 പ്ലസ് 2. അപ്പോൾ ആൻസർ എത്ര വരുന്നത്? 2ഉം 2ഉം 4ഉം 5ഉം അല്ലേ? അപ്പോൾ 15 അല്ലേ? അപ്പോൾ എത്രയാണ്? 19 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവേ. അടുത്ത ക്വസ്റ്റിനും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റിനാണ്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇവിടെ ഒരു പ്രത്യേക ടൈപ്പിലുള്ള പിക്ചറാണ് കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ചുറ്റളവ് കണക്കാക്കണം. അപ്പോൾ ചുറ്റളവ് കണക്കാക്കാൻ എല്ലാ വശങ്ങളും തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് തരാത്ത വശങ്ങളൊക്കെ എടുത്ത് എഴുതാം കേട്ടോ. ഇത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? അപ്പുറ ഭാഗത്ത് 1 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്തും എത്ര സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും? 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലേ? ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങളും കിട്ടാനുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മുകളിൽ ഇവിടെ മുതൽ താഴ്ഭാഗം വരെ എത്ര സെൻറ്റിമീറ്റർ ആണ്? 5 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ചെറിയ ഭാഗം ഇവിടെ കട്ടായി പോയിട്ടുണ്ട്. കട്ടായി പോയ ഭാഗം എത്ര സെൻറ്റിമീറ്റർ ആണ്? 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 5ൽ നിന്ന് 1 കുറയ്ക്കുക. 5ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 4 ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഈ ഭാഗം എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 4 ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും? 4 ആയിരിക്കും. ശരിയാണോ? ഇനി നോക്കിക്കേ, ഇവിടം മുതൽ ഇവിടം വരെ മൊത്തമായിട്ട് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് എത്ര തന്നെയായിരിക്കും? അവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര സെൻറ്റിമീറ്റർ എന്നാണ് കൊടുത്തേക്കുന്നത്? 5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അതിലൊരു ചെറിയ ഭാഗം ഇവിടെ മാറിയിട്ടുണ്ട്. അത് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. 5ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 4 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 2 എന്ന് വരും. ഇവിടെ എത്ര വരുന്നത്? 2. അതിനെ 2 ആയിട്ട് ഭാഗിച്ചാൽ പോരെ. 4 എന്ന് കിട്ടി. 4നെ 2 ആയിട്ട് ഭാഗിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും കിട്ടിയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? എഴുതി അങ്ങോട്ട് കൂട്ടിയാൽ മതി അല്ലേ? അപ്പോൾ ഏതൊക്കെ വരും എന്ന് പറഞ്ഞേ. 5 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 4 പ്ലസ് 1 പ്ലസ് 4 പ്ലസ് 2 പ്ലസ് 1. അപ്പോൾ എല്ലാവരും വന്നോ നോക്കിക്കേ. 5 1 2 4 1 4 2 1. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് അല്ലേ? എല്ലാവരും ആയി. അപ്പം ടോട്ടൽ കൂട്ടി നോക്കിക്കേ. എത്ര സെൻറ്റിമീറ്റർ എന്ന് തന്നെ കിട്ടും? 20 സെൻറ്റിമീറ്റർ. 5 1 6, 6ഉം 6 4 10, 10 2 12, 13, 14 15 16 17 18 19 20. അപ്പോൾ ആൻസർ എത്ര തന്നെ കിട്ടുന്നത്? 20 സെൻറ്റിമീറ്റർ എന്ന് തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഏരിയ കണക്കാക്കണം, അല്ലെങ്കിൽ പരപ്പളവ് കണക്കാക്കണം അല്ലേ? ഏരിയ അല്ലെങ്കിൽ എന്താണ് കണക്കാക്കേണ്ടത്? പരപ്പളവ്. സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിന് ആദ്യം സ്ക്വയർ ആയിട്ട് മാറ്റണം അല്ലേ? അതിൽ സ്ക്വയർ അല്ലെങ്കിൽ ചതുരങ്ങളായിട്ട് 2 ചതുരങ്ങളായിട്ട് നമുക്ക് മാറ്റാമല്ലോ. അപ്പോൾ 2 ചതുരങ്ങളാക്കി മാറ്റിക്കുകയും ഇത് ഒന്നാമത്തെ ചതുരം കേട്ടോ. ഇതിൻ്റെ എത്രയാണ് പരപ്പളവ് വരുന്നത്? 5 × 1. 5 × 1 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 5. ഇനി ഈ ഭാഗത്തിൻ്റെ എത്ര വരും? 1ഉം ഇവിടെ 4 അല്ലേ വരുന്നത്? അപ്പം 4 × 1 എന്ന് പറയുന്നത് എത്രയായിരുന്നു? 4 ആണ്. അപ്പോൾ രണ്ടോട് കൂട്ടിയാൽ പോരെ. 5 + 4 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. ശരിയാണോ? അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ് കേട്ടോ. പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആദ്യം നമുക്ക് മൊത്തം അളവുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഈ ക്വസ്റ്റ്യനിൽ.
അപ്പം മൊത്തം അളവുകളുണ്ടോയെന്ന് ചെക്ക് ചെയ്തേ. ഇത് ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ 1 തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇവിടുന്ന് ഇവിടം വരെ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടം വരെ മുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് 3 ആണ്. ഇത് എത്ര തന്നെയാണ്, ഇത് 3 ആണ് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ഏതാ പറഞ്ഞേക്കുന്നത്, മുകളിൽ കിടക്കുന്നത് മൊത്തം പറഞ്ഞിട്ടുണ്ടോ, ഇല്ല. ഇത് 4 വരെ അല്ലേ. നോക്കിക്കേ, ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് നോക്കിയാൽ മതി. ഇവിടെ 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അവിടെ വരെയുള്ള നീളം എത്രയാണ്, 4 സെൻറ്റിമീറ്റർ ആണ്. റെഡിയാണോ? അപ്പോൾ ഏകദേശം എല്ലാ അളവുകളായി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തരും എന്ത് ചെയ്യാം, എടുത്തെഴുതാം അല്ലേ. ഇവിടെ ഒരു 1 ഉണ്ട് അല്ലേ. ഓരോരുത്തരെ ഇവിടെ ഒരു 1 ഉണ്ട്, ദാ ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും നമുക്ക് എന്ത് ചെയ്യാം, എടുത്തെഴുതാം കേട്ടോ. ആദ്യം 5 എഴുതാം. 5 പ്ലസ് 1 പ്ലസ് 4 പ്ലസ് 1 പ്ലസ് 3 പ്ലസ് 1 പ്ലസ് 3 പ്ലസ് 1 പ്ലസ് 4 പ്ലസ് 1 പ്ലസ് 5 പ്ലസ് 5. റെഡിയാണോ? ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിക്കേ എത്ര കിട്ടുമെന്ന്. 5ഉം 4ഉം ഇതാ ഇത് 10 ആവും അല്ലേ. 5 5ഉം 10, 10 1 11, 11 11ഉം ഇതാ 16, 17 18 19, പിന്നെ 19ഉം 19ഉം 1ഉം 20. ഓക്കെ, 20ഉം 5ഉം 25, 30, 34. അപ്പോൾ എത്രയാണ്, 34 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും കേട്ടോ. എത്ര സെൻറ്റിമീറ്ററാണ് ചുറ്റളവെന്ന് അറിയപ്പെടുന്നത്, 34 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ചുറ്റളവെന്നറിയപ്പെടുന്നത്. അടുത്ത നമുക്ക് പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. പരപ്പളവ് നമുക്ക് ഏകദേശം ഈ രീതിയിൽ അങ്ങോട്ട് കട്ട് ചെയ്യാം. ആദ്യതാ ഇത് ഒന്നാമത്തെ ആക്കി എടുക്കാം. ഇത് 2 3 4 ചതുരങ്ങൾ കേട്ടോ. ഒന്നാമത്തെ ചതുരത്തിൻ്റെ എത്രയാണെന്ന് പറഞ്ഞേ, 5 × 1 അല്ലേ. 5ഉം 1ഉമാണ്. ഇവിടെ 1 വരും, ഇവിടെ 1 വരും അല്ലേ. 5 × 1 എന്ന് പറയുന്നത് എത്രയാണ്, 5 തന്നെയാണ്. ഇനി രണ്ടാമത്തെ എത്ര വരുന്നത്, 5 വരില്ല. ഇവിടുന്ന് കട്ട് ചെയ്തുകൊണ്ട് എത്ര വരുള്ളൂ, 4 വരുള്ളൂ അല്ലേ. അപ്പം 4 × 1 എത്രയാണ്, 4 തന്നെ. അടുത്ത ആളുടെ എത്രയാണെന്ന് പറഞ്ഞേ, 3 × 1 3 ആണ്. നെക്സ്റ്റ് മുകളിലുള്ള ആൾ എത്രയാണ്, 4 × 1 4 ആണ് അല്ലേ. അപ്പം മൊത്തം കൂട്ടി നോക്കുകയെ എത്ര വരുമെന്ന്, 5ഉം 4ഉം വരും അല്ലേ. 5ഉം 5 1 ഇവിടെ 1 ഉണ്ട്, 5 1 അല്ലേ. ഫസ്റ്റ് വൺ എത്ര വരും, 5ഉം 1ഉം. 5 1 എത്ര തന്നെയാണ്, 5 തന്നെയാണ്. നെക്സ്റ്റ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 16 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും കേട്ടോ. അത്രയാണ് 16 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നെക്സ്റ്റ് അടുത്ത കണക്കിലേക്ക് പോവാവേ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം അല്ലേ. അടുത്ത ക്വസ്റ്റിനിലോട്ട് വരുമ്പോൾ നോക്കിക്കേ, നമുക്ക് ഫുള്ള് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ഇല്ലാത്തടത്ത് മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, 2 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9 10 11 12 എണ്ണം, അതാ 12 എണ്ണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 12 × 2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചുറ്റളവ് കിട്ടും. അപ്പോൾ ഒന്നെങ്കിൽ 12 പ്രാവശ്യം 2 + 2 + 1 12 പ്രാവശ്യം എഴുതുക, അല്ലെങ്കിൽ 12 × 2 ചെയ്താൽ നമുക്ക് ചുറ്റളവ് കിട്ടും. അപ്പോൾ ചുറ്റളവ് എത്രയാണ് നമുക്ക് കിട്ടുന്നത്, 24 എന്ന് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഇതിൻ്റെ എന്ത് കണക്കാക്കണം, പരപ്പളവ് കണക്കാക്കണം. അപ്പോൾ പരപ്പളവ് കണക്കാക്കാൻ വേണ്ടി ഞാൻ ഇതിനെ പലതരത്തിലുള്ള ചതുരങ്ങളാക്കി മാറ്റി കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെ ചതുരാണ്, ഇത് രണ്ടാമത്തെ ചതുരം, 3 4 5 ചതുരങ്ങളുണ്ട്. അപ്പോൾ ഈ 5 ചതുരത്തിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എല്ലാവരുടെയും എന്ത് തുല്യമായിരിക്കും, 2 വശങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്, 2 2 2 ആണ് അല്ലേ. അപ്പോൾ 2 2 ആകുമ്പോൾ നമുക്ക് എന്തുണ്ട്, എളുപ്പമുണ്ട് ചെയ്യാൻ അല്ലേ. അപ്പോൾ നമുക്കിത് 2 × 2 ഇതിൻ്റെ എത്ര വരിക, 4. ഇതെത്ര വരിക, 4. ഇതും 4, ഇതും 4, ഇതും എത്രയാണ് വരിക, 4 ആണ്. ഇതിൻ്റെ ഓരോന്നും സെപ്പറേറ്റ് എടുത്ത് കൊടുത്താൽ ഇതിൻ്റെ പരപ്പളവ് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇനി പരപ്പളവ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, 4 + 4 + 4 + 4 + 4 അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോൾ എത്ര പ്രാവശ്യം 4 ഉണ്ട്, 5 പ്രാവശ്യം ഉണ്ട് അല്ലേ. അപ്പോൾ 5 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഇനി അടുത്ത പാഠത്തിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, താങ്ക് യു.